ഹലോ എവ്രി വൺ. അപ്പം ഇന്നത്തെ ബിഗ് ബോസ് എല്ലാവരും കണ്ടോ? ഇഷ്ടമായോ? അതിനു മുന്നേ ഇന്ന് ഇവിടെ വരലക്ഷ്മി അബ്ബയാണ് കേട്ടോ. അപ്പം അതിൻ്റെ കുത്തിവേളകൾ കണ്ടോ? കങ്കണ കണ്ടോ? ശരി, അപ്പം നമുക്ക് റിവ്യൂവിൽ കിടന്നാലോ? സ്റ്റാർട്ടിങ് ഞാൻ കണ്ടില്ല ഇന്ന് ബിഗ് ബോസ്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ വേറൊരു ചാനൽ നല്ല അടിപൊളി നമ്മുടെ സിനിമ ഉണ്ടായിരുന്നു, മമ്മൂക്കേൻ്റെ സിനിമ. മമ്മൂക്കേൻ്റെ നല്ല ശ്രീനിവാസൻ സാറിൻ്റെയും മമ്മൂക്കേൻ്റെയും സിനിമയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടിരുന്നു. വ്യത്യസ്തനാമൊരു ബാർബറ ബാലന ബാർബറ, അത് ആ സിനിമയാണ് കണ്ടത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ ബിഗ് ബോസ് വെച്ചത്. അപ്പം ഞാൻ വെച്ചപ്പോൾ സാധനം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെന ഫാത്തിമ ആൻഡ് ഒനിയൻ തമ്മിലുള്ള ഒരു വാക്ക് സംവാദമാണ് കാണുന്നത് അടുക്കളയിൽ വെച്ചിട്ട്. ആരുടെ ഭാഗത്താണ് ന്യായമൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് റെന പറഞ്ഞപ്പോൾ കുറച്ച് പാവം തോന്നി. ഗെയിമാണ്, പക്ഷെ അവർ സപ്രസ് ചെയ്യാനുള്ള മാക്സിമം ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. പക്ഷെ എനിക്ക് പാവം തോന്നിയത് കണ്ടപ്പം. പക്ഷെ എനിക്കത് സഹിക്കാൻ പറ്റാത്തത് ഇടയിൽ വരുന്ന ചില നല്ല പിള്ളകളുടെ ഇടപെടലാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അല്ലേ, മൂത്തവരെയാണോ അങ്ങനെ വിളിക്കേണ്ടത്, അതാണോ ഇതാണോന്ന്. ആ മൂത്തവരെ വിളിക്കരുതെന്ന് പറഞ്ഞ ആളിപ്പോൾ നേരത്തെ ജയിൽ ടാസ്കിൽ കടന്നപ്പോൾ വിളിച്ചത് കണ്ടില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഫേക്ക് മുഖംമൂടി വെച്ചിട്ട് ആർക്കും അതിൽ നിൽക്കാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ക്യാപ്റ്റൻസി ടാസ്കിന് കണ്ടു. ക്യാപ്റ്റൻസി ടാസ്കിൽ 3 പേര് സെലക്റ്റായി. നമ്മുടെ ഷാനവാസ്, പിന്നെ അഭിലാഷ് ആൻഡ് വിന്നി. എൻ്റെ ആഗ്രഹം ഷാനവാസ് ക്യാപ്റ്റൻ ആവണം തന്നെയായിരുന്നു. കാരണം അദ്ദേഹം മൂപ്പരൊരു എന്താ പറയുക, ഒരു സമാധാനപ്രിയനുമാണ്. പിന്നെ നല്ലൊരാളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അയാളാവണം എന്നായിരുന്നു എനിക്കുണ്ടായിരുന്നു. യെസ്, എൻ്റെ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ ഷാനവാസ് ക്യാപ്റ്റനായി. പിന്നെ ജയിൽ നോമിനേഷനിൽ നമ്മുടെ അനീഷിനൊരു പവർ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യണം എന്നായിരുന്നു. അത് എനിക്ക് അനീഷിനൊരു കോൺട്രിബ്യൂസായിട്ട് അപ്പോൾ തോന്നുന്നു കേട്ടോ. കാരണം എന്ത് പറഞ്ഞാലും മനസ്സിൽ ഒരു ദേഷ്യം കടിച്ചമർത്തി പറയണ പോലെയാണ് പറയുക. അപ്പോൾ അനീഷ് നമ്മൾ ഇന്ന് ജയിൽ ടാസ്കിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തത് അപ്പാണി ശരത്തിന് അതിൻ്റെ ദേഷ്യം ഉണ്ടായിരുന്നു. കണ്ടില്ലേ ജയിലിൽ കിടന്നിട്ട് പറയണത് അനീഷിനെ കുറിച്ച്. പിന്നെ അനുമോളിനെയും മൂട്ടിക്കൊടുത്തു. അനുമോളിനെ പിന്നെ എല്ലാവരും കൂടി ചൂസ് ചെയ്തതാണ് കേട്ടോ. എനിക്കെന്തോ അനുമോളിനൊക്കെ അത്ര ഇഷ്ടമാണല്ലോ. എനിക്ക് തോന്നുന്നത് അത് എല്ലാവരുടെയും വെറുപ്പ് പഠിച്ച് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടിട്ട്. പിന്നെ അനുമോൾ ജയിലിരുന്നിട്ട് അനുമോൾ കരണ കണ്ടു, അനീഷ് എന്തോ പറഞ്ഞു. അപ്പം എല്ലാവരും ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതേ ഫീലിംഗ് അല്ലേ നിലപാടില്ലെന്ന് എന്തോ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി കരഞ്ഞു എന്നൊക്കെ പറയുന്ന ആൾക്കാർ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ ഇതേ ഫീലിംഗ് അല്ലേ നമ്മുടെ രേണുസുതിക്ക് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക. എത്ര സങ്കടം അതിനുണ്ടായിട്ടുണ്ടാവും. ഇന്ന് രേണുസുദിനെ കണ്ടതേ ഇല്ലല്ലോ എവിടെയും, അല്ലേ? എന്ത് പറ്റി? ഇന്ന് രേണുസുദിനെ എവിടെയും സീനിലേ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ കണ്ടത് ശരത്തല്ല നെവിൻ ആൻഡ് ബിൻസി, RJ ബിൻസി തമ്മിലുള്ള കോൺവെർസേഷൻസ് ക്ലാഷസ് കണ്ടു. അതിൽ നമ്മൾ അപ്പോഴും കണ്ടു നമ്മുടെ ഷാനവാസിക്ക ഷാനു വന്നിട്ട് കത്തിച്ചു കൊടുക്കുന്നത്. ന്യായം രണ്ടുപേരുടെ ഭാഗത്ത് ന്യായം ഉണ്ടോ വെച്ചാൽ ശനിയാഴ്ച നാളെ കാണും. നാളെ ലാലട്ടം വരുന്ന ദിവസമല്ലേ. പിന്നെ പണിപ്പുരയിൽ പോയി വന്നപ്പോൾ ഉള്ള സീൻ അത് കണ്ടപ്പോൾ എന്താ എല്ലാവരും ഇത്രയും ഇപ്പോൾ ഇത് സീസൺ 7 ആണല്ലേ. സീസൺ 1 to 6 കണ്ടിട്ടാകുമ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടാവുക. ഊഹിക്കാനുള്ളതേ ഉള്ളൂ ചിലപ്പോൾ പോയിന്റ്സ് കൂടിയാൽ എന്തായിരിക്കുമെന്ന്. ആ ഒരു ഊഹത്തിലാണ് നമ്മുടെ അനീഷ് പറഞ്ഞത് ചിലപ്പോൾ ഇത് കൊണ്ടുവയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അതിനെന്തിനാ എല്ലാവരും കൂടെ അയാളെ തിന്നാൻ പോണത്, കടിച്ചു കയറാൻ പോണത്? അയാൾ നോർമൽ കാര്യം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അയാളുടെ സംസാര രീതി ഒരു സൈക്കോസിൻ്റെ ഒരു പോലെയാണ്. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ശരിക്കും ചിരിയപ്പോൾ അയാളുടെ സംസാരമൊക്കെ കാണുമ്പോൾ വരും കേട്ടോ. ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റത്തെ ആ ജയിലിൻ്റെ സമയത്ത് ജയിൽ ടാസ്കിൻ്റെ 2ാം ഘട്ടം എന്ന് പറഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുകൊടുത്തപ്പോൾ പറഞ്ഞ ഡയലോഗ്,
ചെയ്തിട്ടില്ലെങ്കിൽ ബിക്കോസ് ഇവരെ 2 ആഴ്ച ജയിലിലിടണം, പനിഷ്മെൻറ്റ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുക. അപ്പോൾ എനിക്ക് പക്ഷെ അയാൾക്ക് മനസ്സിലൊന്നുമില്ല തോന്നുന്നുണ്ട്, ഒരു ഇന്നസെൻ്റ് ആണ് ആൾ, പക്ഷെ നല്ല ഒരു കുനിഷ്ഠനുമാണ്, അങ്ങനത്തെ ഒരു ആളാണ്. പിന്നെ പലരെയും ഇമിറ്റേറ്റ് ചെയ്യാനാണ് നോക്കുന്നത് കഴിഞ്ഞു പോയ സീസണുകളിൽ. അത് ഞാൻ എപ്പോഴും പറയണത് തന്നെയാണ്. ഇന്ന് റെന ഫാത്തിമ കരഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും റെന ഫാത്തിമയുടെ സംസാര രീതി, ആ കരച്ചിൽ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് കഴിഞ്ഞു പോയ സീസണത്തെ നോറേനെയാണ് ഓർമ്മ വന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ? അപ്പോൾ എല്ലാവരും അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ ലേഡീസ് കണ്ടസ്റ്റൻസ് ഒന്നും അത്ര എന്താ പറയുക സ്ട്രോങ് അല്ല തോന്നുന്നുണ്ട്. എല്ലാവരും മൂങ്ങാനായിട്ട് വന്നവരെ പോലെ തന്നെയാണ് എനിക്കും തോന്നുന്നത്. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും 2 പറയുമ്പോഴേക്കും മൂങ്ങും ഇരുന്നിട്ട്. പിന്നെ ഈ ശാരിക എന്ന് പറയുന്ന അതായത് നമ്മൾ ഹോട്ട് സീറ്റിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ ചെയ്യണ ശാരിക എന്താ ഒന്ന് അധികം ഡൗൺ അല്ല, അധികം ആക്റ്റീവ് അല്ല തോന്നി. ഞാൻ സത്യം പറഞ്ഞാൽ ശാരികയ്ക്ക് വോട്ട് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു. എനിക്ക് ശാരികനെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇത് ബിഗ് ബോസ് പോകണം മുന്നേ തന്നെ എനിക്ക് ശാരികനെ നല്ല ഇഷ്ടമായിരുന്നു. ഇൻ്റർവ്യൂസ് കണ്ടിട്ട് തന്നെ എനിക്കിഷ്ടമായത്, അതിൻ്റെ ഹോട്ട് സീറ്റായ പെർഫോമൻസ് കണ്ടിട്ട് തന്നെ എനിക്കിഷ്ടമായത്. കാരണം ഒരാവശ്യമില്ലാതെ ശാരിക കുറേ ഹേറ്റേഴ്സ് എല്ലാവരും മേടിച്ചു കൂട്ടുന്നുണ്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയതാണ് ശാരികയുടെ അടുത്ത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ എന്താ ഈ ബിഗ് ബോസിൽ പോയിട്ട് ശാരിക ഒട്ടും ആക്റ്റീവ് അല്ലാത്ത പോലെ തോന്നി. പറയാൻ പറ്റില്ല ചിലപ്പോൾ. പിന്നെ എനിക്ക് തോന്നിയ കാര്യം, ഇത് ഒരാഴ്ച ആവുന്നേ ഉള്ളൂ, ഒരാഴ്ച തികഞ്ഞിട്ടില്ല. അടുത്ത നാളെ നമ്മൾ 7 days ആവണുള്ളൂ. അപ്പിക്കും ജസ്റ്റ് കാണിപ്പിക്കും, തിരക്കും വീഡിയോ ഉണ്ടാകും. അത് സ്ക്രിപ്റ്റഡ് മീൻസ് പ്ലാൻഡ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം 1 or 2 ദിവസം കാണിപ്പിക്കും, എന്തായാലും വഴക്കുണ്ടാവില്ല ആരും തമ്മിൽ. അതൊരു സത്യം തന്നെയാണ്. ഇതൊരുമാതിരി ചിലപ്പോൾ അതായിരിക്കും കേട്ടോ. ചിലർക്കൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, നമ്മളിപ്പോൾ ഔട്ടാവില്ല, കളിക്കാൻ സമയമുണ്ട്, ചിലപ്പോൾ അതേപോലെ അങ്ങനെ വെച്ചിരിക്കാവും ശാരീരികമൊക്കെ. നോക്കാം ഈ ആഴ്ച ആരും ഔട്ടാവുക നോക്കാം. നിങ്ങൾക്ക് ആരെങ്കിലും ഔട്ടാവണമെന്നുണ്ട്. എനിക്കിപ്പോൾ ഈ ആഴ്ച ആരും ഔട്ടാവരുതെന്ന് തന്നെയുള്ളത്. കാരണം എല്ലാവർക്കും ഒരാഗ്രഹം ഉണ്ടാവില്ലേ, ഈ ആഴ്ച ചിലപ്പം മിക്കവാറും ഔട്ട് ഉണ്ടാവില്ല തോന്നുന്നു, അറിയില്ല. പക്ഷെ എൻ്റെ ആഗ്രഹം ആരും ഔട്ടാവരുത് തന്നെയാണ്. ബിക്കോസ് എക്സ്പോഷർ ആയിട്ടില്ലല്ലോ, ജസ്റ്റ് വന്നിട്ട് കയറിയിട്ടേ ഉള്ളൂ. എല്ലാവർക്കും അവസരം പോലും മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും നോക്കാം നമുക്ക് ഇവിടെ എന്താ നാളെ നമ്മളെ ലാലേട്ടൻ വരുന്ന ദിവസമാണ്. അപ്പം പിന്നെ BB+ 11 o'clock ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 1/2 hour ഗ്യാപ്പ് കാരണം ഞാനത് കാണാറില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഈ മെയിൻ എപ്പിസോഡ്സ് മാത്രമേ കാണാറുള്ളൂ, BB+ കാണാറില്ല. ഒന്നില്ലെങ്കിൽ അവർ 10:00 വെക്കണം. ഇത് 11 മണിക്ക് ഇരുന്ന് കാണാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. എനിക്ക് ഉറക്കം വരും സത്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ രാവിലെ നീക്കാനും വയ്യ, അങ്ങനത്തെ അവസ്ഥയാണ് എൻ്റെ. അപ്പോൾ എല്ലാവർക്കും BB ഇന്നത്തെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വരുന്നുണ്ട്. ശരിക്കും അതിൽ എൻ്റർടൈൻമെൻറ്റ് പീസാണ് അനീഷ് കഴിഞ്ഞ ജിൻഡോ പോലെ ഒരു ഇന്നസെൻ്റ് ആൻഡ് ചൊറിയൻ ആവാനാണ് ശ്രമിക്കുന്നത്. എൻ്റർടൈൻമെൻറ്റ് പീസാണ് എന്തായാലും. അപ്പോൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. BB എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയണ പോലെ ഞാൻ റിവ്യൂ ചെയ്യില്ല, എനിക്ക് പല കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. കണ്ട് ആസ്വദിക്കുക എന്നല്ലാതെ ഇതൊന്നും പറയാൻ എനിക്ക് അത്ര അറിയില്ല. എൻ്റെ സ്റ്റാർട്ടിങ് അല്ലേ, അതിൻ്റെ ഒരു ഇതാണ്. നോക്കാം നമുക്കിത് ഇങ്ങനെ ഫർദർ ഡെവലപ്മെൻറ്റ്സ് ഇങ്ങനെ ഉണ്ടാവാൻ നോക്കാം. എല്ലാവരും കണ്ടുവെച്ചാൽ BB+ കാണാനുള്ളവർ കണ്ടോളൂ, ബാക്കിയുള്ളൊരു ഫുഡൊക്കെ കഴിച്ചു പോയി കടന്നു തുടങ്ങിക്കോളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.